ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റി കവർ ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ഫാമിലിയായിട്ടാണ് പോയത്. ഈ റാമോജി ഫിലിം സിറ്റി 1666 ഏക്കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഇത് കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ദിവസം കൊണ്ട്. ഇവിടെ ഈ ബസ്സിന് പല സ്റ്റോപ്സ് ഉണ്ട്. ഓരോ ഹബിൽ ചെന്നിട്ട് ബസ് നമ്പറും ടൈമിങ്ങും നോക്കി ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് അവിടെ നിന്ന് പോവാം. അവിടെ ക്രൗഡിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി പബ്ലിക് സ്റ്റേജിൽ ഡാൻസസ് ഓരോ 5 minutes ഇൻ്റർവെൽ അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ടിക്കറ്റ് കാണിച്ച് ചെക്ക് ഇൻ ക്യൂവിൽ നിന്ന് അകത്ത് കയറി. വീക്ക് ഡേയ്സിൽ പോവുകയാണെങ്കിൽ ക്രൗഡ് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊരു സജഷനാണ്. അകത്ത് കയറി കഴിയുമ്പോൾ മാപ്പ് അവൈലബിൾ ആണ്. ഫസ്റ്റ് അത് ചെക്ക് ചെയ്യുക. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏത് ലൊക്കേഷനാണ് ഫസ്റ്റ്, അതിൻ്റെ ബസ് നമ്പർ ചെക്ക് ചെയ്തിട്ട് ആ ഹബിൽ പോയി നിന്ന് ബസ് എടുത്ത് അവിടെ പോയി ആദ്യം ഇത് കവർ ചെയ്യുക. എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ബാഹുബലി ഫാനാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ബാഹുബലി സെറ്റ് ഫിനിഷ് ചെയ്ത് കാണുക. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ആഫ്റ്റർനൂണിലേക്ക് വെച്ചു. അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അവിടെ കുറച്ച് സ്റ്റേജ് ഷോസും വീഡിയോ ഷോസും ഒക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ ആക്ച്വലി ഉച്ച സമയത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് അവോയ്ഡ് ചെയ്ത് AC-ക്കകത്ത് ഇരിക്കാൻ പറ്റും. ഇത് ഫുൾ ഔട്ട്ഡോർ ആയതുകൊണ്ട് മോർണിംഗും ഇത് കവർ ചെയ്യുന്നതാണ്, ഔട്ട്ഡോർ ഏരിയാസ് മുഴുവൻ കവർ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ബസ്സിൽ കയറാൻ പോവാണ്. കയറി മൂവി മാജിക് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് ബസ്സിൽ. സ്റ്റേജ് ഷോ ഉണ്ട്. അപ്പം അതാദ്യം കാണാമെന്ന് വെച്ചു. എല്ലാവരും ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഈ റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കോമ്പൗണ്ട് ആണ്. അതിൻ്റെ അകത്ത് മുഴുവനും മൂവി ലൊക്കേഷൻസ് ആണ്. ഫേമസ് ആയിട്ടുള്ള കുറേ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ 1666 ഏക്കേഴ്സിലുള്ളത്. ഡിഫറെന്റ് സെറ്റാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബാഹുബലി സെറ്റ് ഉണ്ട്, പിന്നെ ഒരു ഫേമസ് തെലുങ്ക് സീരിയൽ ഭാഗവതം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സെറ്റ് ഉണ്ട്. അങ്ങനെ കുറേ സെറ്റ്സ് ഉണ്ട്. അപ്പം പിന്നെ ഒരു ഹവാമഹൽ ഉണ്ട്. ഇവിടെ എല്ലാം കുറേ മൂവീസിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇവരുടെ ബസ്സസ് അവൈലബിൾ ആണ്. നമ്മളപ്പം ഓരോ ബസ്സും റാമോജി ഫിലിം സിറ്റിയുടെ ബസ്സാണ്. അപ്പം ഒരു സ്പോട്ടിൽ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് അവർ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് കേട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. വെൽ മെയിൻറ്റെയിൻഡ്, ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ്. അതിന് എന്തൊക്കെ പറയാവോ അതെല്ലാം നമുക്ക് വിശേഷിപ്പിക്കാം. അത്ര മനോഹരമായിട്ടാണ് അവർ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വെരി നീറ്റ്. പിന്നെ ഒരു മെയിൻ കാര്യം ഉണ്ടല്ലോ, ഇവിടെ സാഹസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്ഡോർ അഡ്വഞ്ചർ പാർക്ക് പോലെയുണ്ട്. അത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ഒരിക്കലും മിസ് ചെയ്യരുത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്ക്. അവിടെ സിപ്പ് ലൈൻ ഉണ്ട്, റോപ്പ് കോഴ്സ് ഉണ്ട്, പല സംഭവങ്ങളുണ്ട്, ATV ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി മൂവി മാജിക്. ബിൽഡിങ്സ് ഒക്കെ നിർമ്മിതിയുടെ ഒരു ഭംഗി, അത് നമ്മൾ നേരിട്ട് തന്നെ കാണണം. ഇവിടെ ഇപ്പൊ നമ്മൾ അകത്തോട്ട് പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവര് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആർട്ട് വർക്കുകൾ, പെയിന്റിങ്, ക്യാൻവാസ്, വോളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോരോ പെയിന്റിങ്സ്, ഇതൊക്കെ എത്ര മനോഹരമാണെന്ന് നമ്മൾ നേരിട്ട് കാണണം. ഈ ഫിലിം സിറ്റിയിൽ പോകുമ്പോൾ നടക്കാൻ നല്ല പ്രിപ്പയർഡായിട്ട് വേണം പോകാൻ. ഹാറ്റ്, സൺഗ്ലാസസ്, ഷൂസ് എല്ലാം ഇട്ടിട്ട് പോയാലായിരിക്കും ബെറ്റർ. ഇനി അടുത്ത് പോകുന്ന ലൊക്കേഷൻ ലൈറ്റ് ക്യാമറ ആക്ഷൻ. ഇതൊരു ഗ്ലോ ഇൻ ദി ഡാർക്ക് കൈൻഡ് ഓഫ് സെറ്റപ്പ് ആയിരുന്നു. ഒരു വെറൈറ്റി ഷോ ആയിട്ട് തോന്നി. വെരി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇനി പോകുന്നത് ഫിൽമി ദുനിയ, സ്പേസ് യാത്ര ഇങ്ങനെ പറയുന്ന ലൊക്കേഷൻസിലേക്കാണ്. ഇവിടെ എല്ലാം ഓരോ ഷോസ് ആണ് നടക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് പല വേൾഡ് ഫേമസ് സ്റ്റാച്യൂസ് കാണാം. ഇപ്പോൾ കണ്ടല്ലോ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പിന്നെ ഇത് നമ്മൾ ലണ്ടനിൽ കാണുന്ന പോലെയുള്ള ബൂത്തസ്, ടെലിഫോൺ ബൂത്തസ്, പിന്നെ ഔട്ട്ഡോർ ഫൗണ്ടൻസ് എന്ന് വേണ്ട വളരെ ആകർഷണീയമായിട്ടുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡുകളിലും അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ട്രെയിൻ പോലെ ഒരു സംഭവം വരും. അതിൽ നമുക്ക് കയറി ഇരുന്നിട്ട് നമ്മളെ അതിങ്ങനെ അകത്തൂടെ കൊണ്ടുപോകും. അവിടെ നമുക്ക് വേൾഡിലുള്ള കുറേ കൺട്രീസ്, അവരുടെ കൾച്ചർ, അവരുടെ ഫെസ്റ്റിവൽസ്, പിന്നെന്താ പറയുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അവർ ഡെമോ കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര രസമായിട്ടാണ് ഇത് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ കൺട്രിക്കും അനുസൃതമായിട്ടുള്ള അവരുടെ മ്യൂസിക് എല്ലാം അവിടെ അവർ അത് കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വൈൻ ഗേൾസ് ഒക്കെ നിൽക്കുന്നുണ്ടോ?
ഇനി പോകുന്നത് മൂവി മേക്കിംഗ് മാജിക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ മൂവി ഉണ്ടാക്കുന്നത്, സൗണ്ട്, വീഡിയോ, എഡിറ്റിംഗ്, മിക്സിംഗ് എല്ലാം ഇവിടെ ഡെമോ കാണിക്കുന്നുണ്ടായിരുന്നു. More than 250 people sitting here. ഈ സൈഡിൽ കാണുന്ന വോള് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ട് വർക്ക് അത് നേരിട്ട് കാണണം, എത്ര മനോഹരമാണെന്നറിയാം. ഫിലിം സിറ്റിയുടെ ഓരോ ലൊക്കേഷനിൽ കൂടെ നടക്കുമ്പോഴും നമ്മൾ ആലോചിച്ചു പോവും, റാമോജി എന്ന ആ വലിയ മനുഷ്യൻ്റെ സ്വപ്നം, അദ്ദേഹത്തിൻ്റെ വിഷൻ. നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു ഫിലിം സിറ്റി ശരിക്കും അവിശ്വസനീയമായിട്ട് തോന്നി. അങ്ങനെ വരുമ്പോഴാണ് ഇതായിരിക്കുന്നത് നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. റാമോജി ഫിലിം സിറ്റിക്ക് വേൾഡ്സ് ലാർജസ്റ്റ് ഫിലിം സിറ്റി എന്നുള്ള ഗിന്നസ് റെക്കോർഡ് കിട്ടാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇവിടെ നിങ്ങൾക്ക് റാമോജി ഫിലിം സിറ്റിയുടെ നമ്മുടെ ഐക്കോണിക് ബ്ലൂ സ്റ്റാച്യു കാണാൻ പറ്റും. അവിടെ നിന്ന് നല്ല ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് നമ്മുടെ ബസ്സസ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. കുറേ നേരം നടന്ന് ടയർഡായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കുള്ള ഈ ബസ് യാത്ര ഒരു വലിയ റിലീഫാണ്. നമ്മൾ കാണാൻ പോകുന്നത് മുഗൾ ഗാർഡൻ ആണ്. അവിടുത്തെ ആ ലൊക്കേഷനാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് വൃന്ദാവൻ ഗാർഡൻ്റെ ഡിസൈനും പുറത്ത് ഡൽഹി മുഗൾ ഗാർഡൻ്റെ ഡിസൈനുമാണ്. ഇവിടെയാണ് നമ്മുടെ ജോധ അക്ബർ, പിന്നെ കുറേ ഉദയനാണ് താരം മലയാളം മൂവി, ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. दिल्ली मुगल गार्डन, बाहर से देखेगा तो दिल्ली मुगल गार्डन दिखेगा, अंदर से देखेगा तो मैसूर वृंदावन गार्डन दिखेगा. आउटसाइड लुक लाइक दिल्ली मुगल गार्डन, इनसाइड लुक लाइक मैसूर वृंदावन गार्डन. ये आप गार्डन प्री वेडिंग फोटोशूट है, पोस्ट वेडिंग फोटोशूट के लिए भी जाना जाता है. जोधा अकबर मूवी में भी देख सकते हैं और सूर्यवंशम मूवी में भी देख सकते हैं. हाँ, जोधा अकबर एंड सूर्यवंशम मूवी. लेफ्ट साइड में देखिए टोटेमपुर गार्डन, किटी पार्टी एंड बर्थडे पार्टी के लिए जाना जाता है टोटेमपुर गार्डन. तेलुगु मूवी जुलाई वो मोटू सॉन्ग इकडे शूट చేశారు. On the right hand side, Angel Fountain with Greek architecture. It is the highest fountain of Ramoji Film City. ये रामोजी फिल्म सिटी का सबसे ऊंचा फाउंटेन है. ये फाउंटेन आप ऑल्टरनेट मूवी और संडे मूवी में भी देख सकते हैं. कलर गार्डन की खासियत ये है, यहाँ पे अवार्ड फंक्शन, कॉर्पोरेट इवेंट एंड मैरिज पार्टी भी यहाँ पे अरेंज किया जाएगा. 2000 पीपल की कैपेसिटी है. वो नादान परिंदे राफ्टर मूवी, वो नादान परिंदे घर वापस आता है इसी स्टेज पे. चंद्रमुखी वेंकटापुरम पैलेस, चंद्रमुखी स्टोरी है देखो वहाँ पे. ഈ കാണുന്ന ഒരു കംപ്ലീറ്റ് സെൻട്രൽ ജയിലിൻ്റെ സെറ്റപ്പാണ്. അവിടെ ട്രക്ക് വന്ന് കിടക്കുന്നത്, ചെക്ക് പോസ്റ്റ് പോലെയുള്ള സെറ്റപ്പ്. പിന്നെ ജയിലിൽ അവരെന്തൊക്കെ ചെയ്യുമോ നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഔട്ട്സൈഡ് ഓഫ് ദി ജയിൽ ആൻഡ് ഇൻസൈഡ്. കുറേ സൗണ്ടും കുറേ സ്റ്റാച്യൂസും എല്ലാം നമുക്ക് ശരിക്കും റിയലായിട്ട് തോന്നിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. देखिए फ्रंट पे तिरन्ना मूवी का सलमान खान का मेंटल हॉस्पिटल, तिरन्ना मूवी में मेंटल हॉस्पिटल है राधे भैया का, यही था. लेफ्ट हैंड साइड में देखिए दृश्यम मूवी, बॉडी हेडिंग सिंह यहीं पे शूट किया गया था. यहीं पे अजय देवगन ने बॉडी दफनाया था. यही था वो दृश्यम मूवी में. ഇതൊരു ഫേമസ് തെലുഗു സീരിയലിൻ്റെ ലൊക്കേഷനാണ് ഭാഗവതം. ഇതിനകത്ത് കയറിയാൽ ഒരു കംപ്ലീറ്റ് ഒരു റോയൽ സെറ്റപ്പാണ്. അവിടുത്തെ ആ ട്രഡീഷണൽ റോയൽ സെറ്റപ്പ് നമുക്ക് ശരിക്കും ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ്.
동그레스 소소로 보면 내는 자세 반드시 마음 고치 고치 어떻게 되냐 이기보다 내가 했으니까 제스티 많이 받았다. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ബാഹുബലി സെറ്റിലെത്തി. നമ്മൾ രാമോജി ഫിലിം സിറ്റി കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ ബാഹുബലി സെറ്റ് കാണാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോയത് തന്നെ. അങ്ങനെ നമ്മൾ എത്തി. അവിടെ നമുക്ക് ഓരോ മൂവിയിൽ കണ്ട ഓരോ സീൻസിൻ്റെ പിക്ചർ അവിടെ കാണാം. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ അവിടെ കാണുന്ന ഓരോ വിഷ്വൽസും നിങ്ങൾക്ക് മൂവിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ. ഇത് അതിൻ്റെ ഒരു മോഡലാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഒരു കാര്യം എടുത്തു പറയണം കേട്ടോ, നമ്മൾ ആ ബാഹുബലി മൂവിയിൽ കണ്ട ഓരോ സീൻസും നമുക്ക് അവിടെ ചെല്ലുമ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് റിയലായി കണ്ണുകൾ കൊണ്ട് കാണുക എന്ന് പറയുന്ന ഒരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്നത് നമ്മുടെ ബാഹുബലിയും ബലാൽദേവും കൂടെ മുകളിൽ കയറി സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ്. അതിൻ്റെ സ്റ്റെപ്സ് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പബ്ലിക്കിന് അങ്ങോട്ട് മുകളിലേക്ക് ആക്സസ് ഇല്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓരോ ഹോഴ്സ് നിൽക്കുന്നതും അതിൻ്റെ അടിയിൽ കൂടെ നടന്നപ്പോഴൊക്കെ നമുക്കെല്ലാം നല്ല ഒരു ഫീൽ കിട്ടി. അതുപോലെ ഇപ്പോൾ ആ ദൂരെ കാണുന്നതാണ് ആ ബാഹുബലി വലിച്ചുകൊണ്ട് പോകുന്ന രഥം. പിന്നെ ആ ക്രൗഡ് കണ്ടത് ആ സിംഹാസനമാണ്, അവരിയ്ക്കുന്ന സിംഹാസനം. അങ്ങനത്തെ ഓരോരോ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബാഹുബലിയുടെ യൂസ് ചെയ്തിരുന്ന യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ആ വണ്ടി, ബലാൽദേവിൻ്റെ വണ്ടി എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇത്രയും സമയമൊക്കെ ആയപ്പോൾ പിള്ളേരൊക്കെ കുറേ ടയർഡായി. എല്ലാവരും ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഫോണിൻ്റെയൊക്കെ ചാർജും തീർന്നു പോയി. വീഡിയോസും ഫോട്ടോസും ഒക്കെ അതുകൊണ്ട് കുറച്ച് മിസ്സായിട്ടുണ്ട്. എല്ലാം നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ രാമോജി ഫിലിം സിറ്റിയും മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സമയം തീർന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ബാഹുബലി സെറ്റിലേക്ക് പോകുമായിരുന്നു. നിങ്ങൾ രാമോജി ഫിലിം സിറ്റി വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 1-2 സജഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ചൂട് കുറവുള്ള സമയം നോക്കി പോവുക. കൂടുതലും നമ്മൾ ഔട്ട്ഡോർ ആയിരിക്കും. പിന്നെ ആദ്യം തന്നെ ഔട്ട്ഡോർ ഏരിയാസ് എല്ലാം കവർ ചെയ്യുക. ഉച്ചയായി ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും, സ്പെഷ്യലി കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ. അതുകൊണ്ട് ആദ്യം തന്നെ അത് കവർ ചെയ്യുക. പിന്നീട് ബസ്സിൻ്റെ ടൈം നോക്കി ഓരോ ഹബിലും ചെന്നിട്ട് ഏതൊക്കെ ലൊക്കേഷൻസ് ആണോ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്കെല്ലാം ആദ്യം തന്നെ പോവുക. അതിനുശേഷം ആഫ്റ്റർനൂണോ ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് ഷോസ് ഒക്കെ പോയി കണ്ടാൽ മതി. മൂവിയിൽ കാണുന്ന ബിഗ് ഗോൾഡൻ സ്റ്റാച്യു ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അത് 2 പീസാക്കി വെച്ചിരിക്കണോ, അതിൻ്റെ ലെങ്ത് ഒത്തിരി കൂടുതലല്ലേ. പിന്നെ ആ കോട്ടവാതിൽ ഇപ്പം കണ്ടതാണ്. ആ രഥം, പിന്നെ ആ ബാഹുബലി ഫൈറ്റ് ചെയ്യുന്ന കാളയുടെ സ്റ്റാച്യൂസ്, അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബാഹുബലി സെറ്റിൽ തന്നെയുള്ള ബാഹുബലി ദർബാർ ഹാളിലേക്ക് പോയി. അവിടെയുള്ള ബിരിയാണി 1-1.5 ബിരിയാണീസ് ആണ്. പേരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ശിവകാമി ബിരിയാണി, അവന്തിക ബിരിയാണി, ബാഹുബലി ബിരിയാണി, ദേവസേന ബിരിയാണി. ഫുഡ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോൾ എല്ലാവരും ടയർഡായി. പിന്നെ ഫോണിൻ്റെ ചാർജെല്ലാം ഓഫായി പോയി. പിന്നെന്താണ്, ബാക്കി കയ്യിലുണ്ടായിരുന്ന ഏതൊക്കെയോ ഫോൺസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ബസ് എടുത്തിട്ട്
സാഹസ് എന്ന് പറയുന്ന അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി. സൂപ്പർ ഫണ്ണായിരുന്നു. കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. അതിനുശേഷം പിന്നെ ചൂടും എല്ലാമായിട്ട് പിള്ളേരെല്ലാം ഒത്തിരി അങ്ങ് ടയേർഡായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ എടുത്താൽ അതും കുട്ടികളുമായിട്ടൊക്കെ പോകുമ്പോൾ അത് ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സാഹസ് എന്ന് പറഞ്ഞ അഡ്വഞ്ചർ പാർക്കിൽ സിപ്പ് ലൈൻ ഉണ്ട്, റോപ്പ് കോഴ്സ് ഉണ്ട്, ATVs ഉണ്ട്, ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അവിടെ നമ്മൾ ഒന്നുകിൽ വിളിച്ച് ചോദിച്ചിട്ട് പോവുക. ഇതിന് ഡിഫറെൻറ്റ് ടിക്കറ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എൻക്വയറിയിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അവർ തരും. സാഹസിലെ അഡ്വഞ്ചേഴ്സിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി മെയിൻ ലൊക്കേഷനിലെത്തി. കാർ പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെയാണ്. രാമോജി ഫിലിം സിറ്റി എല്ലാം വിസിറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ സൂപ്പർ ഫൺ എക്സ്പീരിയൻസ് ആസ് എ ഫാമിലി. Hope you liked the video. Thanks for watching.